പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ MK ഗാന്ധിയാണ് അത് എഴുതിയിരിക്കുന്നത്. സോ ബേസിക്കലി ഇതൊരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആരുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്? ഗാന്ധിജിയുടെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ ഗാന്ധിജി എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് അവർ നേഷൻ. അദ്ദേഹം 1869 ജനിച്ചു, 1948 അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം ജനിച്ച സമയം തൊട്ട് മരിക്കുന്നത് വരെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ എബൌട്ട് ദി ഓത്തർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാം അതിലെ വേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, father of our nation, was born in Gujarat, studied law in London and later practiced in South Africa, where he first developed his philosophy of satyagraha or truth force to combat injustice. അതെത്രയും നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓട്ടോബയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വേണ്ട ഒരു സെന്റൻസ് ആണ്. പിന്നെ അതിലേക്ക് വരുമ്പോഴത്തേക്കിനും അദ്ദേഹം എവിടെയൊക്കെ ആയിരുന്നു, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ബട്ട് ദ ലാസ്റ്റ് കുറച്ച് ഒരു 2 സെന്റൻസ് ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഹിസ് ലെജസി എക്സ്റ്റെൻസ് ഫാർ ബിയോണ്ട് ഇന്ത്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ലെജസി എന്ന് പറയുന്നത് ഇന്ത്യയൊക്കെ കവിഞ്ഞങ്ങ് പോയിരിക്കുകയാണ്. അതായത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്കും പോയിട്ടുണ്ട്. Okay, inspiring civil rights movements worldwide and earning him the horrific title the Mahatma, meaning the great soul. അപ്പോൾ മഹാത്മാ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? ഗ്രേറ്റ് സോൾ. Gandhi's enduring belief in power of non-violence remains a beacon for peaceful activism and social change globally. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാത്തിനെയും എന്ത് രീതിയിലായിരുന്നു കണ്ടിരുന്നത്? അഹിംസയുടെ ആ ഒരു വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം എല്ലാത്തിനെയും കണ്ടിരുന്നത്, അല്ലേ? ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അബൌട്ട് ദി പാസേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരാം. ദി എക്സെപ്റ്റ് Playing the English Gentleman from Gandhi's autobiography, My Experiments with Truth, recounts a peculiar incident in London where Gandhi grappled with his Indian identity amidst European customs. അപ്പോൾ നോക്കിയേ, ദി എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് എക്സ്ട്രാക്റ്റ് ആണ്, ഒരു എക്സ്ട്രാക്റ്റ് ആണത്. എന്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി. ഏത് ഓട്ടോബയോഗ്രഫിന്ന്? മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. സത്യത്തിന്റെ കൂടെയുള്ള എൻ്റെ ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന്, ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് എക്സ്ട്രാക്റ്റ് ആണ് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. റീകൗണ്ട്സ് എ പെക്യൂലിയർ ഇൻസിഡന്റ്. പെക്യൂലിയർ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് പറയാണ്. എവിടുത്തെ? പെക്യൂലിയർ ഇൻസിഡന്റ് ഇൻ ലണ്ടൻ വേർ ഗാന്ധി ഗ്രേപ്പിൾഡ് വിത്ത് ഹിസ് ഇന്ത്യൻ ഐഡന്റിറ്റി അമിഡ്സ്റ്റ് യൂറോപ്യൻ കസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ അമിഡ്സ്റ്റ് യൂറോപ്യൻ ആചാരവുമായി പൊരുത്തപ്പെട്ടു പോയിരിക്കുന്നതാണ്. അതായത് അദ്ദേഹം ഇന്ത്യയിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നു, ആ ഒരു ഇതൊക്കെ എന്ന് പറയുന്നതൊക്കെ ഓക്കെ. പക്ഷെ യൂറോപ്പിലേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ആ ഒരു ഇന്ത്യൻ ആചാരം യൂറോപ്പിലും അദ്ദേഹം അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് ഒന്നിച്ചങ്ങനെ പോവായിരുന്നു. ഇനിഷ്യലി ആസ്പയറിംഗ് ടു അഡാപ്റ്റ് ദി demeanor of an English gentleman. ഇതിനകത്ത് സ്പെൽ മിസ്റ്റേക്ക് കാണും, കാര്യം എനിക്ക് അത്രയ്ക്ക് സ്പീക്കിംഗ് എക്സ്പേർട്ട് അല്ല ഞാൻ. അപ്പം അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ കാണും, ഒന്ന് ക്ഷമിക്കാം കേട്ടോ. Adopt the demeanor of an English gentleman, he swiftly recognized that his true purpose lay in becoming a barrister, not in assimilating into the English society. അതായത് അദ്ദേഹം പറയുന്നത് ഡെംനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ഓഫ് ദ വേ ഹി സ്പീക്സ്. അതായത് അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ, അതെല്ലാം തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാനെ കൂട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹി സ്വിഫ്റ്റ്ലി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഹിസ് ട്രൂ പർപ്പസ് ലേ ഇൻ ബിക്കമിങ് എ ബാരിസ്റ്റർ. അപ്പം ബാരിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഡ്വക്കേറ്റ് എന്നാണ് അർത്ഥം. അതായത് വെറും അഡ്വക്കേറ്റ് അല്ല, നമ്മൾ ലോ പ്രാക്ടീസ് ചെയ്യാൻ പോകത്തില്ലേ, നമ്മളിപ്പോൾ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അയാൾ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബാരിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ട്രൂ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബാരിസ്റ്റർ ആവാനായിട്ട്, അതായത് ഒരു അഡ്വക്കേറ്റ് ആവാനായിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു നാട്ടിലേക്ക് വരുന്നതേ അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടീസ് ചെയ്യാനാണ്, ലോ പ്രാക്ടീസ് ചെയ്യാനാണ്. പക്ഷെ അദ്ദേഹം തുടക്കത്തിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും സംസാരിച്ചുമൊക്കെ പോരുന്നത്. നോട്ട് ഇൻ അസിമുലേറ്റിംഗ് ടു ദ ഇംഗ്ലീഷ് സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ഇംഗ്ലീഷ് സൊസൈറ്റിയിലേക്ക് ഇഴഞ്ഞു ചേരുക, അല്ലെങ്കിൽ അതുമായിട്ട് അലിഞ്ഞു ചേരുക, അല്ലെ അതെടുത്ത് തലയിൽ വെക്കുക എന്നുള്ള ഒരു രീതിയിലല്ല അദ്ദേഹം ലണ്ടനിലേക്ക് എത്തിച്ചേർന്നത്. This anecdote underscores the importance of prioritizing one's obligations and values over superficial societal norms. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നോംസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഓൾറെഡി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന. അപ്പം ഇത് പുള്ളിക്കാരൻ ആ ഒരു പ്രയോറിറ്റൈസേഷനിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് പുള്ളി കാര്യമാക്കി എടുക്കുന്നില്ല. ഡെസ്പൈറ്റ് ഹിസ് ഇനിഷ്യൽ ഇൻക്ലിനേഷൻ ടു കൺഫോം, Gandhi quickly overcome his allure, emphasizing the significance of staying true to one's convictions and responsibilities. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഡെസ്പൈറ്റ് ഹിസ് ഇനിഷ്യൽ ഇൻക്ലിനേഷൻ, തുടക്കത്തിലെ ആ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എല്ലാം പുള്ളി മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗാന്ധി ക്വിക്ലി ഓവർകം ഹിസ് അല്യൂർ. അതായത് അല്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വശീകരിച്ച് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയായിട്ട് പുള്ളി അതിനെയൊക്കെ ഓവർകം ചെയ്തു. അതായത് ഒരു ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ആ ഒരു വശീകരിക്കുന്ന ആ ഒരു മെത്തേഡ്സ് ഒക്കെ പുറത്തുനിന്ന് ചുറ്റിനുമുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പുള്ളി അതിനെയൊക്കെ ജസ്റ്റ് ആ ഒരു അല്യൂവേഴ്സിനെ, അതായത് ആ ഒരു വശീകരിക്കൽ, ആ ഒരു കാര്യം ഫാസിനേറ്റിങ്സിനെ പുള്ളി ഓൾറെഡി ഓവർകം ചെയ്ത് കഴിഞ്ഞിരുന്നു. എംഫസൈസിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റേയിങ് ട്രൂ ടു വൺസ് കൺവിക്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കൺവിക്ഷൻസിനും റെസ്പോൺസിബിലിറ്റീസിനും ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഷോർട്ട് എക്സ്ട്രാക്റ്റ് ആണ്. എവിടെ നിന്ന് എടുത്തിട്ടുള്ള? ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി. ഏത് ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള? മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് എക്സ്ട്രാക്റ്റ് ആണ് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. ഇത്രയാണ് എബൌട്ട് ദി പാസേജ് വരുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. മൈ ഫെയ്ത്ത് ഇൻ വെജിറ്റേറിയനിസം ഗ്രൂ ഓൺ മീ ഫ്രം ഡേ ടു ഡേ. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നുള്ള, ബിലീഫ് എന്നുള്ള രീതിയിലാണ്. എൻ്റെ വിശ്വാസം, അതായത് വെജിറ്റേറിയനിസത്തിൽ എനിക്കുള്ള വിശ്വാസം ഓരോ ദിവസവും കൂടുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. The result of reading books on vegetarianism was that experiments with my diet came to take an important place in my life. അതായത് ഒരു ബുക്ക് വായിക്കുന്ന, അതായത് വെജിറ്റേറിയനിസത്തിനെ കുറിച്ചിട്ടുള്ള ബുക്ക് വായിക്കുന്നതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ലൈഫിൽ എത്രമാത്രം ഒരു ഡയറ്റിന് സ്ഥാനമുണ്ടെന്നുള്ള ആ ഒരു അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പെരിമെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. ഹെൽത്ത് വാസ് ദ പ്രിൻസിപ്പൽ കൺസിഡറേഷൻ ഓഫ് ദോസ് എക്സ്പെരിമെന്റ്സ് ടു ബിഗിൻ വിത്ത്. അപ്പം പുള്ളി ആക്ച്വലി വെജിറ്റേറിയനിസത്തിന്റെ ബുക്ക് വായിക്കുക, അതിനോടുള്ള വിശ്വാസം ഓരോ ദിവസം കൂടി വരിക എന്നൊക്കെ പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഹെൽത്ത്, അദ്ദേഹത്തിന്റെ ഹെൽത്ത് ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സോ ഹെൽത്ത് വാസ് ദ പ്രിൻസിപ്പൽ കൺസിഡറേഷൻ ഫോർ ദീസ് of those experiments to begin with. Meanwhile, എന്നാൽ my friend had not ceased to worry about me. എൻ്റെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവനിതൊന്നും വലിയ കാര്യമല്ല. അവനെ സംബന്ധിച്ച് ഇതൊന്നും അവൻ അത്ര വലിയ ആശങ്കയാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. His love for me led him to think that if I persisted in my objections to meat eating, I should not only develop a weak constitution but should remain an outcast because I should never feel at home in English society. അതായത്
ഇപ്പൊ എൻ്റെ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമല്ല. അവൻ എന്നോടുള്ള സ്നേഹം എന്താണ്, ആ ഒരു എന്താ മീറ്റ് ഈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഒബ്ജെക്ഷൻസ്, ആ ഒരു ഇതിനോടുള്ള ആ ഒരു ഇതാണ്. ഐ ഷുഡ് നോട്ട് ഓൺലി ഡെവലപ്പ് എ വീക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നിർമ്മിക്കുക എന്നുള്ള ഒരു രീതിയിലല്ല, ബട്ട് ഷുഡ് റിമെയിൻ ആൻ ഔട്ട്കാസ്റ്റ്, ഒരു ഔട്ട്കാസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. ബിക്കോസ് ഐ ഷുഡ് നെവർ ഫീൽ അറ്റ് ഹോം ഇൻ ഇംഗ്ലീഷ് സൊസൈറ്റി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ പുതിയൊരു എന്താ പറയുക, ഒരു ഹോം ഫീൽസ് ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് when he came to know that I had begun to interest myself in books on vegetarianism, അപ്പം എന്താ ഗാന്ധിജിയുടെ ഫ്രണ്ടിന് ഞാനിങ്ങനെ വെജിറ്റേറിയനിസത്തിൻ്റെ ബുക്ക് വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ he was afraid lest these studies should muddle my head, that I should fritter my life away in experiments, forgetting my own work and become a crank. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഈ വെജിറ്റേറിയനിസം ബുക്കൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഇതിൽ കൂടി വരുമ്പോൾ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ ഉഴപ്പി ഞാനിവിടെ വന്ന കാര്യങ്ങളെല്ലാം മറന്ന് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം മറന്നു പോകുമെന്ന് പുള്ളി ഞാൻ കരുതി. He therefore made one last effort to reform me. അപ്പം ആ പുള്ളിക്കാരൻ എൻ്റെ ആ ഒരു ഗാന്ധിജിയുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവൻ എന്ത് ചെയ്തു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഹി വൺ ഡേ ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ തിയേറ്റർ. ആദ്യം അവൻ എന്താ ചെയ്തേ, അവൻ്റെ ഫ്രണ്ട് അതായത് ഗാന്ധിജിയുടെ ഫ്രണ്ട് ഗാന്ധിജിയെ ഈ ഒരു വെജിറ്റേറിയനിസത്തിൻ്റെ ആ ഒരു റൂട്ടിൽ നിന്ന് മാറ്റാനായിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്താ, ഹി വൺ ഡേ ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ തിയേറ്റർ. ആദ്യം തിയേറ്ററിലേക്ക് പോകാനായിട്ട് വിളിപ്പിച്ചു. ബിഫോർ ദ പ്ലേ വി വെയർ ടു ഡൈൻ ടുഗദർ അറ്റ് ദി ഹോൾബോൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിലാണ് അവർ ആദ്യം പോയെന്നുള്ളതാണ്, ഹോൾബോൺ റെസ്റ്റോറൻറ്റ്. ടു മീ എ palatable place and the first big restaurant that I had been to seen leaving the Victoria Hotel. വിക്ടോറിയ ഹോട്ടൽ വിട്ടതിന് ശേഷം ഞാൻ ഏറ്റവും വലിയൊരു ഹോട്ടൽ കാണുന്നത് ഈ ഹോൾബോൺ റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, ദ സ്റ്റേ അറ്റ് ദാറ്റ് ഹോട്ടൽ ഹാഡ് scarcely been a helpful experience, for I had not lived there with my wits about me. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു നാട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. The friend had planned to take me to this restaurant, evidently imagining the modesty would forbid any questions. And it was a very big company of diners, with the midset of which my friend and I sat sharing a table between us. The first course was soup. അതായത് ഇവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട്, അതായത് മഹാത്മാഗാന്ധിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുകയാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഹോൾബോൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു എന്താ വിക്ടോറിയ ഹോട്ടലിന് ശേഷം വിക്ടോറിയ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളി കാണുന്ന ഒരു വലിയ ഹോട്ടലാണ്. അപ്പോൾ പുള്ളിക്ക് ഇതെല്ലാം ഒരു പുതിയ എക്സ്പെരിമെൻ്റ് പോലെയാണ്. പക്ഷേ പുള്ളി എന്താ ചെയ്തേ, പുള്ളി അവൻ്റെ കൂടെ അവൻ എന്തൊക്കെ പറയുന്നു, അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവൻ്റെ കൂടത്തിൽ തന്നെ അങ്ങനെ അങ്ങിരുന്നു. പക്ഷേ അവൻ ഓർഡർ ചെയ്തിട്ട്, അപ്പം അവർ രണ്ടുപേരും ഒരു ടേബിൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം അവൻ്റെ ഫസ്റ്റ് കോഴ്സ് എന്തായിരുന്നു, ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം എന്തായിരുന്നു, സൂപ്പായിരുന്നു. ഐ വണ്ടർഡ് വാട്ട് ഇറ്റ് മേ ബി മെയ്ഡ് ഓഫ്. അപ്പം ഗാന്ധിജി എന്ത് ചിന്തിച്ചു, അയ്യോ ഇതിനി എന്ത് വെച്ചിട്ടുണ്ടാക്കിയതായിരിക്കും. ബട്ട് ഡെയർഡ് നോട്ട് ആസ്ക് മൈ ഫ്രണ്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല. ഐ ദെയർഫോർ സമ്മൺ ദ വെയിറ്റർ. അപ്പം ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന വെയിറ്ററിനെ ഇങ്ങനെ വിളിപ്പിച്ചു. മൈ ഫ്രണ്ട് സോ ദി മൂമെൻറ്റ് ആൻഡ് സ്റ്റേൺലി ആസ്ക് അക്രോസ് ദ ടേബിൾ വാട്ട് വാസ് ദി മാറ്റർ. അപ്പം എൻ്റെ ഫ്രണ്ട് ഞാൻ ഈ വിളിപ്പിച്ചത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എന്താ കാര്യമെന്ന്. With considerable hesitation, I told him I wanted to inquire if the soup was a vegetable soup. അപ്പം അവൻ്റെ ആ ഒരു ഇതൊന്നും കേൾക്കാതെ ഗാന്ധിജി എന്ത് ചെയ്തു, ആ വെയിറ്ററിനോട് ചോദിക്കുകയാണ് ഈ ഒരു സൂപ്പ് വെജിറ്റബിൾ ആണോ എന്ന് ചോദിക്കുകയാണ്. യു ആർ ടു ക്ലംസി ഫോർ ഡീസൻറ്റ് സൊസൈറ്റി, ഹി എക്സ്ക്ലെയിംഡ് പാഷനേറ്റ്ലി. അപ്പം തിരിച്ച് ആരാണ് അവൻ്റെ ഗാന്ധിജിയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, യു ആർ ടു ക്ലംസി ഫോർ ഡീസൻറ്റ് സൊസൈറ്റി, ഇഫ് യു കനോട്ട് ബിഹേവ് യുവർ സെൽഫ് യു ഹാഡ് ബെറ്റർ ഗോ. അപ്പോൾ ഗാന്ധിജിയുടെ ഫ്രണ്ട് പറയാണ്, നിനക്ക് ബിഹേവ് ചെയ്യാനും അറിയത്തില്ല, ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണോ ഒരാളുടെ അടുത്ത് നീ ഇങ്ങനെയാണോ ഒരു സൊസൈറ്റി വന്നിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഒരു ക്ലംസി ആയിട്ട്. ഈ ക്ലംസി എന്ന് പറയുന്ന വേർഡ് ഹോം കമ്മിങ്ങിനകത്ത് ആണ്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വേർഡ്സ് ഓർത്തിരിക്കണം, ക്ലംസി. ഓക്കെ,
feed in some other restaurant and wait for me outside. This delighted me. അപ്പം അവൻ്റെ ഫ്രണ്ട് ഇവൻ എന്തായി കാണിക്കുന്നതെന്നുള്ളൊരു സ്റ്റൈലിൽ ഗാന്ധിജിയുടെ ഫ്രണ്ട് പറഞ്ഞു, എന്നാൽ ശരി വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ, നീ പുറത്ത് നിൽക്ക്. അപ്പം ഇത് കേട്ടപ്പോൾ ദിസ് ഡിലൈറ്റഡ് മീ, ഇത് കേട്ടപ്പം ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷമായി. ഔട്ട് ഐ വെൻറ്റ്, ഞാൻ പുറത്തേക്ക് പോയി. ദർ വാസ് എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ക്ലോസ് ബൈ ബട്ട് ഇറ്റ് വാസ് ക്ലോസ്ഡ്. അപ്പം ഗാന്ധിജി നോക്കിയപ്പം അതിൻ്റെ അടുത്തായിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുക. സോ ഐ വെൻറ്റ് വിതൗട്ട് ഫുഡ് അറ്റ് ദാറ്റ് നൈറ്റ്. അപ്പോൾ അന്നത്തെ ആ ഒരു രാത്രി അവൻ, അതായത് ഗാന്ധിജി ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നു. ഐ അക്കമ്പനിഡ് മൈ ഫ്രണ്ട് ടു ദ തിയേറ്റർ ബട്ട് ഹി നെവർ സെഡ് എ വേർഡ് അബൌട്ട് ദ സീൻ ഐ ഹാഡ് ക്രിയേറ്റഡ്. ഓൺ മൈ പാർട്ട് ഓഫ് കോഴ്സ് ദർ വാസ് നത്തിങ് ടു സേ. അപ്പോൾ എന്നിട്ട് അന്ന് തന്നെ അവൻ്റെ ഗാന്ധിജിയുടെ ഫ്രണ്ടുമായിട്ട് ഗാന്ധിജി തിയേറ്ററിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഗാന്ധിജിയുടെ ഫ്രണ്ട് ഇതിനെ പറ്റിയിട്ട്, ഞാൻ ചെയ്തതിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിജി എന്ത് ചെയ്തു, അവനൊന്നും മിണ്ടിയില്ലല്ലോ, ഞാനും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നു. ദാറ്റ് വാസ് ദി ലാസ്റ്റ് ഫ്രണ്ട്ലി ടസിൽ വി ഹാഡ്. അതായിരുന്നു അവസാനത്തെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മീറ്റപ്പ്. ഇറ്റ് ഡിഡ് നോട്ട് അഫക്റ്റ് അവർ റിലേഷൻസ് ഇൻ ദ ലീസ്റ്റ്. പക്ഷെ ഇത് ഞങ്ങളുടെ റിലേഷനൊന്നും അങ്ങനെ ബാധിച്ചിട്ടില്ല. I could see and appreciate the love by which all my friends' efforts were actuated, and my respect for him was all the greater on account for our difference in thought and action. അപ്പം എന്നെ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഈ എഫേർട്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു റെസ്പെക്റ്റ്, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഗാന്ധിജിയുടെ ഒരു തോട്ട്സിലും ആക്ഷൻസിലും ഒന്നും അത് മറ്റുള്ളവരുടെ ആ ഒരു എഫേർട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവരങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നില്ല, അതിൽ വ്യത്യാസം കൊണ്ടുവരുന്നില്ല. ബട്ട് ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് പുട്ട് ഹിം അറ്റ് ഈസ്, ദാറ്റ് ഐ ഷുഡ് അഷ്വർ ഹിം ദാറ്റ് ഐ വുഡ് ബി ക്ലംസി നോ മോർ. But try to become polished and make up for my vegetarianism by cultivating other accomplishments which fitted on one for polite society. ഒരു പൊളൈറ്റ് സൊസൈറ്റിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വെജിറ്റേറിയനിസം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഫോളോ അപ്പ് ചെയ്ത് പോയേ വരത്തുള്ളൂ. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഐ അണ്ടർടുക്ക് ദ ഓൾ ടു ഇമ്പോസിബിൾ ടാസ്ക് ഓഫ് ബിക്കമിങ് ആൻ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കത്ര വലിയ സംഭവം അല്ല എന്നുള്ള ഈ ഒരു കാര്യം പുള്ളി എന്ത് ചെയ്തു, ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആയിട്ട്, അതായത് നേരത്തെ പുള്ളി അവിടെ ചെന്ന് ആ വെയിറ്ററിനോട് സംസാരിച്ചപ്പോഴേ ആ ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്ന് പറയുന്ന ഔട്ട്ലുക്ക് പൊട്ടിപ്പോയി, പളിസായിപ്പോയി. അപ്പം അതിനുശേഷം പുള്ളിക്കാരൻ ഈ വെജിറ്റേറിയനിസം ഒരു ക്ലംസി മെത്തേഡ്സ് ആയിട്ട് പുള്ളിക്ക് തോന്നിയെങ്കിലും ഒരു പൊളൈറ്റ് സൊസൈറ്റിയിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നും കൂടി പുള്ളിക്ക് തോന്നി. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാനുള്ള ആ ഒരു ബിഗ് ടാസ്ക്, അത് എങ്ങനെയാ പുള്ളി പറയുന്നത്, ഓൾ ടു ഇമ്പോസിബിൾ ടാസ്ക്, എല്ലാം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. പക്ഷെ പുള്ളി എങ്ങനെയൊക്കെയോ അത് നടത്താം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. The clothes after the Bombay cut that I was wearing were, I thought, unsuitable for English society, and I got new ones at the army and navy stores. അപ്പം ബോംബെയിൽ നിന്ന് ഞാൻ വന്നിട്ടിട്ടിരിക്കുന്ന ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സൊസൈറ്റിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു അൺസ്യൂട്ടബിൾ കൊടുക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗാന്ധിജി പോയിട്ട് ആർമി ആൻഡ് നേവി സ്റ്റോഴ്സിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങി. I also went in for a top hat costing 19 shillings, an excessive price in those days. അപ്പം ആ സമയത്ത് ഗാന്ധിജിയുടെ കയ്യിൽ എന്താ പറയുക 19 ഷില്ലിങ്സ്, അവരുടെ നാട്ടിൽ എന്തോ ഒരു കോയിനോ പൈസയോ അങ്ങനെ എന്തോ ആണ്. 19 ഷില്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര വലിയ പൈസയാണ്. ആ ഒരു പൈസ കൊടുത്തിട്ടാണ് പുള്ളി ഒരു ടോപ്പ് അവിടുന്ന് വാങ്ങിയത്. നോട്ട് കണ്ടന്റ് വിത്ത് ദിസ്, I wasted 10 pounds on an evening suit made in Bond Street, the center of fashionable life in London, and got my good and noble-hearted brother to send me a double watch chain of gold. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാനൊരു 10 പൗണ്ടും കൂടെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ, ഈവനിങ് സ്യൂട്ട് മേക്ക് ചെയ്യാനായിട്ട്. ബോണ്ട് സ്ട്രീറ്റിൽ ഈവനിങ് സ്യൂട്ട് മേടിക്കാനും, അതേപോലെ ആ ഒരു ഫാഷനബിൾ ലൈഫാണ് എപ്പോഴും ലണ്ടൻ എന്നൊക്കെ പറയുന്നിടത്ത്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന്
എന്താ പറയുക, ഇത്രയും ഒരു ഫാഷനബിൾ രീതി ജീവിക്കാനൊന്നും ആഗ്രഹമില്ല. എന്നാലും പുള്ളിക്കാരൻ പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് പുള്ളിക്കാരനെ നോബിൾ ഹേർട്ടഡ് ആയിട്ടുള്ള ബ്രദർ പുള്ളിക്കാരന് ഒരു കൊടുത്തു, ഡബിൾ വാച്ച് ചെയിൻ ഓഫ് ഗോൾഡിന്റെ ഒരു ഡബിൾ വാച്ച് ചെയിനും കൂടെ പുള്ളിക്ക് കൊടുത്തു. അടുത്ത വരിയിൽ പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് കറക്റ്റ് ടു വിയർ എ റെഡിമെയ്ഡ് ടൈ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡിമെയ്ഡ് ടൈ കറക്റ്റ് വിയർ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ ഐ ലേൺ ദി ആർട്ട് ഓഫ് ടൈം വൺ ഫോർ മൈസെൽഫ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് ടൈം ചെയ്യാനുള്ള ഒരു ആർട്ട് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി പഠിച്ചു. While in India, the mirror had been a luxury permitted on the days when the family barber gave me a shave. ഇന്ത്യയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ലക്ഷറി, അതായത് മിററൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലക്ഷറി പെർമിറ്റ് ആണ്. ആ ലക്ഷറി പെർമിറ്റ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഫാമിലി ബാർബർ വെൻ ഗിവ് മി എ ഷേവ്. ഒരു ഷേവ് ചെയ്യാനായിട്ട് ഫാമിലി ബാർബർ വരുന്ന സമയത്താണ് ഞാൻ ആ വൈറ്റ് മിറർ, ആ ഒരു മിററിന്റെ ആ ഒരു ഇതൊക്കെ, ആ ലക്ഷറി പെർമിറ്റ് കാണുന്നത്. Here I wasted 10 minutes every day before a huge mirror, watching myself arranging my tie and parting my hair in the correct fusion. എന്നാൽ ഇവിടെയോ ഫാഷൻ, ഇവിടെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു വലിയ മിററിൻ്റെ അടുത്ത് പോയിട്ട് വേസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ആ ഒരു ടൈ തന്നെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഇവിടുത്തെ കറക്റ്റ് ഫാഷനിൽ അങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. My hair was by no means soft, and every day it meant a regular struggle with brush to keep it in position. എൻ്റെ ഹെയർ ആണെങ്കിലോ ഒരു സോഫ്റ്റും അല്ല. എല്ലാ ദിവസവും ഞാൻ അതിനെ ഇങ്ങോട്ടെന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു സ്ട്രഗിളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. വിത്ത് ദ ബ്രഷ്, ആ ചീപ്പ് കൊണ്ട്, ബ്രഷ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചീപ്പായിരിക്കണം. ഈ ബ്രഷ് കൊണ്ട് അവിടോട്ട് പൊസിഷൻ ചെയ്യുക, ഇവിടോട്ട് പൊസിഷൻ ചെയ്യുക. ഇവിടുത്തെ ഒരു ഫാഷൻ അല്ലേ, ലണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഫാഷൻ സിറ്റിയാണ്. ഈ ഒരു ലണ്ടനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല. ഹീസ് ട്രൈങ് ടു ടേക്ക് എ ടാസ്ക് ടു ബിക്കമിങ് ആൻ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു. അടുത്തത്, ഈച്ച് ടൈം മൈ ഹാറ്റ് വാസ് പുട്ട് ഓൺ ആൻഡ് ഓഫ്, മൈ ഹാൻഡ് വുഡ് ഓട്ടോമാറ്റിക്കലി മൂവ് ടുവേർഡ്സ് മൈ ഹെഡ് ടു അഡ്ജസ്റ്റ് മൈ ഹെയർ. അപ്പം ഞാനിങ്ങനെ തൊപ്പി എടുത്ത് വെക്കുക, തൊപ്പി വെക്കുക, ഊരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും തൊപ്പി വെക്കുക ഊരുകയും ചെയ്യുമ്പോഴത്തേക്കിനും ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകും. പക്ഷെ എൻ്റെ കൈയോ അതുപോലെ തന്നെ മുകളിലോട്ട് പോയിട്ട് എനിക്കിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും പോവും, ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും ഹെഡിൻ്റെ അടുത്തേക്ക്. As if all this were not enough to make look polished, I directed my attention to other details that were supposed to go towards the making of an English gentleman. As if all these were not enough to make me look പോളിഷ്ഡ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഈ ഒരു എന്താ പറയുക, എനിക്ക് ഈ ഒരു ലുക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിൽ ഐ ഡയറക്റ്റഡ് മൈ അറ്റൻഷൻ ടു അതർ ഡീറ്റെയിൽസ് ദാറ്റ് വെയർ സപ്പോസ് ടു ഗോ ടുവേർഡ്സ് ദ മേക്ക് ഓഫ് ആൻ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. അപ്പം ഞാൻ മറ്റുള്ളവരെ നോക്കും, എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്നുള്ള രീതിയിൽ നോക്കും. I was told it was necessary for me to take lessons on dancing, French and education. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ഓരോ ലെസൺസ്, അതായത് ഡാൻസിങ്ങിൽ, എഡ്യൂക്കേഷൻസിൽ, ഫ്രഞ്ചിന്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ നെസസറിയാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ ആവശ്യങ്ങളാണ്, ഇതിൻ്റെയൊക്കെ ലെസൺ മനസ്സിലാക്കുക എന്നുള്ളത്. French was not only the language of neighboring France, but it was the lingua franca of the continent over which I had desired to travel. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആ ആഗ്രഹം? ലിംഗ്വ ഫ്രാൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റ്, അതായത് കോണ്ടിനെൻറ്റ്, ലിംഗ്വ ഫ്രാൻസ് എന്ന് പറയുന്നൊരു കോണ്ടിനെൻ്റ് ഉണ്ട്. അവിടെ വരെ പോകാമെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. പക്ഷേ അവിടെ പോകാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ല പുള്ളിക്കാരൻ ഫ്രാൻസ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് നെസസറി, അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആവശ്യവും കൂടിയാണെന്ന് പുള്ളിക്കറിയാം. I decided to take dancing lessons at the class and paid down എത്രയോ രൂപ, 3 രൂപ എന്ന് തോന്നുന്നു, as fee as for 1 term. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഡാൻസിങ് ലെസൺസ് പഠിക്കാനായിട്ടൊരു ക്ലാസ്സിൽ ചേർന്നിട്ടോ 3 രൂപയോ 3 ഷില്ലിങ്ങോ അത്ര, ആ ലണ്ടനിൽ എത്രയോ പൈസയാണ്, 3 രൂപയും കണ്ട് ഫീസായിട്ട് കൊടുത്തു ഓരോ ടേമിന്. I must have taken about 6 lessons in 3 weeks.
3 ആഴ്ച കൊണ്ട് 6 ലെസൺ ആണ് ഞാൻ പഠിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ബിയോണ്ട് മീ ടു അച്ചീവ് എനിത്തിങ് റിത്തമിക് മോഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അച്ചീവ് ചെയ്യുക, ഇത് മീൻസ് ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിത്തമിക് മോഷൻ പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. I could not follow the piano and hence found it is impossible to keep time. എനിക്ക് ആ പിയാനോ ഒന്നും അത്ര വശമല്ല ഫോളോ ചെയ്യാനൊന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ടൈം വെറുതെ ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ പോവാണെന്നുള്ള രീതിയിൽ. വാട്ട് ദെൻ വാസ് ഐ ടു ഡു? എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ ഞാനും ഇങ്ങനെ നടന്നു. I thought I should learn to play the violin in order to cultivate an ear for western music. അപ്പം ഞാൻ വിചാരിച്ചു ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉള്ള ഈ ഒരു പരാക്രമത്തിന് പകരം ഞാൻ വയലിൻ പഠിച്ചാലോ എന്ന് ഗാന്ധിജി വിചാരിച്ചു. സോ ഐ ഇൻവെസ്റ്റഡ് 3 in a violin. അതിന് 3 രൂപ എന്തോ വയലിന് വേണ്ടി സ്പെൻഡ് ചെയ്തെന്നോ അങ്ങണ്ട, സംതിങ് മോർ ഇൻ ഫീസ്. കുറച്ചൊരു 3 പൗണ്ടോ 3 രൂപയും കണ്ട് കൊടുത്തിട്ട് പുള്ളിക്കാരൻ വയലിൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. I sought a third teacher to give me lessons in elocution and paid him a preliminary fee of a guinea. ആണെന്ന് തോന്നുന്നു, ഗിയൂനിയാണോ? He recommended Bell's Standard Elocutionist as the textbook which I purchased, and I began with a speech of Pitts. അതായത് പുള്ളിക്കാരൻ ഒരു 3 രൂപ വയലിൻ പഠിക്കണമെന്നും പറഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 3ാമതൊരു ടീച്ചറിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നെ ഇലോക്യൂഷൻ പഠിപ്പിക്കണം. അതിന് പുള്ളിക്കാരൻ എക്സ്ട്രാ പ്രിലിമിനറി ഫീയും കൂടെ കൊടുത്തു. ഹി റെക്കമെൻഡഡ് ബെൽ സ്റ്റാൻഡേർഡ് എലോക്യൂഷനിസ്റ്റ്. അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ബെൽ സ്റ്റാൻഡേർഡ് എലോക്യൂഷനിസ്റ്റ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം മേടിച്ചു. വിച്ച് ഐ പർച്ചേസ് ആൻഡ് ഐ ബിഗാൻ വിത്ത് എ സ്പീച്ച് ഓഫ് പിറ്റ്സ്. എന്നിട്ട് ഞാൻ സ്പീച്ച് തുടങ്ങുകയാണ്. ബട്ട് മിസ്റ്റർ ബെൽ റാങ് ദ ബെൽ ഓഫ് അലാറം ഇൻ മൈ ഇയർ ആൻഡ് ഐ വേക്ക്. ഐ ഹാവ് നോട്ട് ടു സ്പെൻഡ് എ ലൈഫ് ടൈം ഇൻ ഇംഗ്ലണ്ട്, ഐ സെഡ് ടു മൈസെൽഫ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ബെൽ റാങ് ചെയ്തു, ഞാൻ കേട്ടു, എണീറ്റു. എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതകാലം മുഴുവനൊന്നും എനിക്ക് ലണ്ടനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ദെൻ വാസ് ദ യൂസ് ഓഫ് ലേണിംഗ് ഇലൂക്യൂഷൻ? അപ്പം ഞാൻ ഈ ഇലൂക്യൂഷൻ പഠിക്കുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം? ആൻഡ് ഹൗ കുഡ് ഡാൻസിങ് മേക്ക് എ ജെന്റിൽമാൻ ഫോർ മീ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനാ ഡാൻസ് പഠിക്കുന്നത്? ഡാൻസ് എങ്ങനെയാ ജെന്റിൽമാൻ ആക്കുന്നത് തന്നെ? ദ വയലിൻ ഐ കുഡ് ലേൺ ഈവൻ ഇൻ ഇന്ത്യ. വയലിനാണെങ്കിൽ ഞാൻ ഇന്ത്യ വെച്ച് പഠിച്ചിട്ടുമുണ്ട്. ഐ വാസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ought to go on with my സ്റ്റഡീസ്. അപ്പം ഞാനിവിടെ വന്നതിൻ്റെ പർപ്പസ് ഉണ്ട്. മഹാത്മാഗാന്ധിജി ഇവിടെ വന്ന എന്തിനാ? അദ്ദേഹത്തിൻ്റെ ലോ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്നുള്ള രീതി പുള്ളി പറയാം. ഐ ഷുഡ് ക്വാളിഫൈ മൈസെൽഫ് ടു ജോയിൻ ദ ഇൻസ് ഓഫ് കോർട്ട്. അപ്പം ഞാൻ ഈ കോർട്ടിലല്ലേ ഇവിടെ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടത്. ഇഫ് മൈ ക്യാരക്ടർ മെയ്ഡ് എ ജെന്റിൽമാൻ ഓഫ് മീ സോ മച്ച് ദി ബെറ്റർ. അപ്പം എൻ്റെ ക്യാരക്ടറാണ് എന്നെ ഒരു ജെന്റിൽമാൻ ആക്കുന്നതെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. അതർവൈസ് ഐ ഷുഡ് ഫോർഗോ ദി അംബിഷൻ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പുള്ളി ഡാൻസിലും അതിലും ഇതിലും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പുള്ളിയുടെ അംബിഷൻ തന്നെ അങ്ങ് മറന്നു പോകും. ദീസ് ആൻഡ് സിമിലർ തോട്ട്സ് possessed me and I expressed them in a letter which I addressed to the elocution teacher requesting him to excuse me from further lessons. അപ്പം ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ പുള്ളിയിൽ കയറി കൂടിയിട്ട് പുള്ളി ഒരു ലെറ്റർ ആയിട്ട് 3ാമത് പഠിപ്പിക്കാൻ വന്ന എഡ്യൂക്കേഷൻ ടീച്ചർക്ക് ഒരു റിക്വസ്റ്റ് എഴുതുകയാണ്. അടുത്ത ലെസൺ തൊട്ട് ഞാൻ കാണത്തില്ലെന്നായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഐ ഹാഡ് ടേക്കൺ ഓൺലി 2 or 3. ഐ റോട്ട് എ സിമിലർ ലെറ്റർ ടു ദി ഡാൻസിങ് ടീച്ചർ. ഡാൻസിങ് ടീച്ചറിനും എഴുതിയിട്ടുണ്ട് ലെറ്റർ. And went personally to the violin teacher with a request to dispose of the violin if any price it may fetch. She was rather friendly to me, so I told her now I had discovered that I was pursuing a false idea. അപ്പോൾ ഈ വയലിൻ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്താ പറഞ്ഞേ? പുള്ളിക്കാരിയുടെ അടുത്ത് ഗാന്ധിജി പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ഫാൾസ് ഐഡിയ ആണ്. ഷീ എൻകറേജ് മീ ദ ഡിറ്റർമിനേഷൻ ഓഫ് ടു മേക്കിംഗ് എ കംപ്ലീറ്റ് ചേഞ്ച്. അപ്പം പുള്ളിക്കാരിക്കും കേട്ടപ്പോൾ ശരി, ഗാന്ധിജി ഇവിടെ വന്നതിനൊരു അംബീഷനുണ്ട്. എന്താണ് ആംബിഷൻ എന്ന് പറയുന്നത്? കോർട്ടിലേക്ക് വരിക, സ്റ്റഡീസ് ക്യാരി ഓൺ ചെയ്യുക എന്നുള്ളതാണ്.
ദിസ് ഇൻഫാക്ച്വേഷൻ മസ്റ്റ് ഹാവ് ലാസ്റ്റഡ് അബൌട്ട് 3 months. ഈ ഒരു ഇൻഫാക്ച്വേഷൻ, ഈ ഒരു തോട്ട്സ് ഒരു 3 മാസത്തോളം കടന്നുപോയി. ദ കെയർഫുൾനെസ് ഇൻ ഡ്രസ് പെർസിസ്റ്റഡ് ഫോർ ഇയേഴ്സ്. ഡ്രസ്സിലുള്ള ആ ഒരു കെയർഫുൾനെസ് കുറേ വർഷങ്ങൾ അങ്ങനെ തന്നെ പോയി. ബട്ട് ഹെൻസ് ഫോർവേഡ് ഐ ബിക്കെയിം എ സ്റ്റുഡൻറ്റ്. പക്ഷേ ഇതിനെല്ലാം ശേഷവും ഞാൻ എന്തായി മാറി? ഒരു സ്റ്റുഡൻ്റായിട്ട് മാറി. അപ്പം കഥയൊന്ന് ചുരുക്കി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാസേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും എന്താണ്, ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് എക്സ്ട്രാക്റ്റ് ആണ് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഗാന്ധിജിക്ക് ഒരു സുഹൃത്തും ഉണ്ട്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ആള് ഭയങ്കര വെജിറ്റേറിയനിസത്തിലൊക്കെ ഒരു ബിലീഫ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തേ? പുള്ളിക്കാരനാണെങ്കിൽ കംപ്ലീറ്റ് ആ വെജിറ്റേറിയനിസത്തിൻ്റെ കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ബുക്സ് വായിക്കുകയും അദ്ദേഹം ഹെൽത്തിനെ കുറെ കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗാന്ധിജിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മറ്റേ മീറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഗാന്ധിജിയുമായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയപ്പോഴത്തേക്കിനും അവിടെ ചെന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോൾബോൺ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ ഒരു സിംഗിൾ ഒരു ടേബിൾ എടുത്തു. ആ ടേബിൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആദ്യം വന്ന ഫുഡ് സൂപ്പായിരുന്നു. അപ്പോൾ ഈ സൂപ്പ് വെജിറ്റേറിയൻ ആണോ അതോ വേറെ വല്ലതും ആണോ എന്ന് ചോദിച്ചുകൊണ്ട് വെയിറ്ററിനെ വിളിച്ചു വരുത്തുന്നു. വെയിറ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിക്കുന്നു, നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയപ്പോഴും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ഒന്നും പറയുന്നില്ല, പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് രാത്രി പുള്ളിക്കാരനൊന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്സ് ഇവൻ ദോ ഹിസ് ഫ്രണ്ട്സ് ആർ നോട്ട് മേക്കിംഗ് ഫൺ ഓഫ് ഹിം, വലിയ ഫണ്ണായിട്ടൊന്നും കരുതുന്നില്ല. ഹി റെസ്പെക്ട് ദെയർ ഓൺ സ്പേസ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു തോട്ട്സിനെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നു. നല്ല സുഹൃത്തുക്കളുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ പറഞ്ഞ എന്താണ്, എനിക്കിനി ഏത് വഴിയിലും ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവാൻ ശ്രമിക്കുന്നു. ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആവുന്നതിൻ്റെ ഭാഗത്തിൽ പുള്ളിക്കാരൻ പോയിട്ട് ഡ്രസ്സുകൾ വാങ്ങുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം കൊടുത്ത് പുള്ളിക്കാരൻ ഡ്രസ്സ് വാങ്ങുന്നു. ലണ്ടൻ ഒരു ഫാഷനബിൾ സിറ്റിയാണ്. ആ ഒരു സിറ്റിയിൽ പുള്ളിക്കാരൻ ഡ്രസ്സുകൾ വാങ്ങുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. അതേപോലെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഡാൻസ് പഠിക്കാൻ പോകുന്നു, ഇല്ലോക്യൂഷൻ പഠിക്കാൻ പോകുന്നു, ഫ്രഞ്ച് പഠിക്കാൻ പോകുന്നു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, വയലിൻ പഠിക്കാൻ പോകുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് അങ്ങോട്ടൊരു മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല. കാര്യം എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതിൻ്റെ ആ ഒരു പ്രയോറിറ്റൈസേഷൻ എനിക്കിവിടെ കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പുള്ളി ആ ഒരു തോട്ടിലേക്ക് പോകുന്നു. അയ്യോ, ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്. എന്താ പഠിക്കാൻ വന്നത്? ഞാൻ ഒരു ബാരിസ്റ്ററായിട്ട് പഠിക്കാൻ വന്നതാണ്, ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്, ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ലണ്ടനിൽ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ബാരിസ്റ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്, ലോ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എൻ്റെ പർപ്പസിലേക്ക് പോകുന്നു. അപ്പോൾ അതിനായിട്ട് പുള്ളിക്കാരൻ്റെ ഡാൻസ് ടീച്ചർക്കും അതേപോലെ എഡ്യൂക്കേഷൻ ടീച്ചർക്കും വയലിൻ ടീച്ചർക്കും ഒക്കെ ലെറ്റർ എഴുതുന്നു. അപ്പോൾ വയലിൻ ടീച്ചർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഭയങ്കര നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഈ വയലിൻ ടീച്ചർ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം പുള്ളിക്കാരൻ ഒരു സ്റ്റുഡൻ്റായിട്ട് മാറുന്നു. അതാണ് പ്ലേയിങ് ദ ഇംഗ്ലീഷ് ജെന്റിൽമാൻ.